ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ റെസിഡൻസ് കോളനിയിൽ ഓണം ആഘോഷമാണ്. ഋതുദാ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. ഞങ്ങളിന്ന് മാച്ചിങ് ഡ്രസ്സാട്ടോ ഇടുന്നത്. ഇത് ഞങ്ങൾ ഒരു കടയിൽ നിന്ന് ഒരേപോലത്തെ തുണിയൊക്കെ എടുത്ത് തയ്പ്പിച്ച. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു ഹാളാണ്, അവിടുത്തെ റിക്രിയേഷൻ ഹാളാണ്. അപ്പോൾ ഇതാണ് അത്തപ്പൂക്കളം. കണ്ടോ, ഞാൻ ഋതു ഒരേ കണക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ട് മാച്ചിങ് വൈബ്സിലിരിക്കുവാണ്. ഇത് കുറച്ച് മൂടിയായിട്ടുണ്ട്. അച്ചാച്ചന്മാർ അതാ എത്തിയിട്ടുണ്ട്. അച്ചാച്ചന്മാർ വരാത്തതുകൊണ്ടാണ് ഇത് മൂടിയായിട്ടിരുന്നത്. അപ്പം എയറിനും ആരോണും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ വന്നോളായിരുന്നു. 6 മണിയൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. കുറച്ച് പേരെ വന്നോളായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ബാബു അണ്ണൻ. അപ്പോൾ ബാബു അണ്ണനോട് ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ വെറുതെ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിരുന്നു. കാരണം കുറച്ച് പേരെ വന്നോളൂ, ഇനി ആൾക്കാരൊക്കെ വരാനുണ്ടായിട്ട് പരിപാടി തുടങ്ങിയില്ല. അപ്പം കൊച്ചുങ്ങൾ അവിടെ പാട്ടൊക്കെ വെച്ചിരുന്നതുകൊണ്ട് വെറുതെ വെളിയിൽ ഇറങ്ങിന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് നടന്നു വരാം. അപ്പോൾ ദാ റോയിച്ചൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓഫീസിൽ നിന്ന് വന്നിട്ട്. ആൾക്ക് വീഡിയോയ്ക്കൊക്കെ വരാൻ ഭയങ്കര നാണം കേട്ടോ. അപ്പോൾ ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പം ഹായ് പറയുക. അങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് വന്നു. അപ്പം സ്വാഗത പ്രസംഗമൊക്കെ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ പതിയെ ബാക്ക് സൈഡിൽ പോയിരുന്നു. അപ്പം എന്താ അമ്മയും റോയിച്ചൻ, ഇതാണ് പപ്പയൊക്കെ വന്നു. ചേട്ടൻ്റെ പപ്പയാണ് അത്. അപ്പം അമ്മയൊക്കെ വന്നു. അത് കഴിഞ്ഞ് റോയിച്ചൻ വന്ന ഉടനെ ഋതു റോയിച്ചൻ്റെ അടുത്ത് പോയി സീറ്റ് പിടിച്ചിട്ടുണ്ട്. അവിടെ 2 പേരും കൂടി ഇരുന്ന് ഡാഡിയും മോളും കൂടെ അങ്ങ് ഭയങ്കര സംസാരം കേട്ടോ, കൊഞ്ചിക്കലും. അവൾക്ക് ആരെയും ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ബൂയി ചിന്നു എന്നാണ് പറയുന്നത്. റോയി എന്ന് വിളിക്കാൻ അവൾക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ബൂയി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ അവിടെ നിന്ന് കത്തിയൊക്കെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ പാർവതി ടീച്ചർ. ഞാൻ ഋതുവിൻ്റെ ഓണം ഫോട്ടോഷൂട്ടിൽ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ MGK നായർ അങ്കിളാണ്, ബുക്കൊക്കെ എഴുതുന്ന അങ്കിളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡാൻസും കലാപരിപാടികളൊക്കെ തുടങ്ങി. കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഡാൻസായിരുന്നു. ഈ മോളെ എപ്പോഴും എല്ലാ പരിപാടിക്കും ഡാൻസ് കളിക്കും. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ പുതിയൊരു മോളാണ്, അവൾ പാട്ട് പാടി. പിന്നെ ഇത് ഞങ്ങളെ പാർവതി ടീച്ചറിൻ്റെ മോളാണ്. ആൾ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അനുപമ എന്ന പേര്, നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ആളുടെ പാട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഇതാ ഞങ്ങളുടെ സുന്ദരി കുട്ടികൾ ലച്ചു ഹൻസിയാണ് കേട്ടോ. 2 പേരും കൂടെ നല്ല ഡാൻസായിരുന്നു. പാട്ട് 2 പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പാട്ട് ഇതിലിടാത്തത്. ലച്ചുമോളാണെങ്കിൽ ഋതുവിനെ കണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. 2 മക്കൾക്കും അതാണ്, ഋതുവായിട്ട് കളിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഋതു അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല, ഇച്ചിരി ജാടയൊക്കെ ഇട്ട് നിന്നിട്ടാട്ടോ. അപ്പോൾ 2 പേരും കൂടെ ഡാൻസൊക്കെ കളിച്ച് തകർത്തു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അവരുടെ ഡാൻസ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ മോളുടെയും പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലച്ചുവിൻ്റെ അമ്മയാട്ടോ, ഉമ്മ ചേച്ചി. അടിപൊളിയായിട്ട് പാട്ട് പാടും. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി പാർവതി ടീച്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും റോയും കൂടെ അതാ ഗെയിംസ് കളിച്ചു, ഇങ്ങനെ ബക്കറ്റിൽ ബോൾ പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പപ്പ, അതായത് റോയിച്ചൻ്റെ പപ്പ. പിന്നെ അതാ ഈ പാസിംഗ് ബാൾ ഉണ്ടായിരുന്നേ. ഞാനും ആരോണും എയറിനും ഒക്കെ പങ്കെടുത്തു. ഞാൻ മുക്കാലായപ്പോഴാണ്ട് ഔട്ടായി. കണ്ടോ, ഇതിൽ ഞാൻ ഔട്ടായി കേട്ടോ. ഇപ്പോൾ ഔട്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇതാ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. അപ്പോൾ ഋതുവിനാണെങ്കിൽ ഇതാ ഫുഡ് കഴിക്കാതെ ഐസ്ക്രീം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഗെയിംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ സുന്ദരിക്ക് പൊട്ടുകടിയിലാണ്. അപ്പം ആദ്യം ആരോൺ പങ്കെടുത്തു. അവൻ നെറ്റിയിലോ എവിടെയുണ്ടാണ് കുത്തിയത്. നെറ്റിയിലാണ് കുത്തിയേക്കുന്നത് കേട്ടോ, തലയിൽ. അത് ഞാനും നെറ്റി തന്നെയാണ് കുത്തിയത് കേട്ടോ. അപ്പം എയറിനാണെങ്കിൽ മൂക്കിൻ്റെ അവിടെ കുത്തി. പിന്നെ അതാ വരുന്നു നമ്മുടെ റോക്കിംഗ് സ്റ്റാർ റോയിച്ചൻ.
കുത്തിയെന്ന് വെച്ചാൽ കുത്തി ഇച്ചിരിയും കൂടെ താഴോട്ട് വരണമായിരുന്നു. അപ്പോൾ അതാ ആൾ ജനലൊക്കെ ആദ്യം അന്വേഷിച്ചു, പിന്നെ അതാ കറക്റ്റ് കണ്ടുപിടിച്ച്. ഇതേ കണ്ടില്ലേ, ജസ്റ്റ് മിസ്സാണ്, ഇച്ചിരിയും കൂടെ താഴോട്ട് വരണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഋതുവിന് ഇച്ചിരി വാരി കൊടുത്തിട്ട് അവൾ ഇച്ചിരിയെ കഴിച്ചോളായിരുന്നു. ആദ്യമൊക്കെ മടി കാണിച്ചു, പിന്നെ ഇച്ചിരി കഴിച്ചു. ഋതുവിനാണെങ്കിൽ തനിയെ കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. അവളാണെങ്കിൽ പിന്നെ 3-4 ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് കഴിച്ചില്ല അങ്ങനെ. അപ്പോൾ വെറൈറ്റി ഫുഡുകളായിരുന്നു കേട്ടോ. പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പനീർ കറി, പിന്നെ കപ്പ, ഫിഷ് കറി എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഋതുവിന് അതും വേണമെന്ന് പറഞ്ഞ് കരയും. കണ്ണി തൊട്ട് അവിടെ ഇരുന്ന് സുന്ദരിക്ക് പൊട്ടുവിടുന്ന കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ അത് കസേര കളി ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആരോണും ഏറിനും പങ്കെടുത്തു. പക്ഷേ ആരോൺ ഔട്ടായി ആദ്യം, പിന്നെ ഏറിനും ഞാനും ഔട്ട്. അത് കഴിഞ്ഞ് റോയിച്ചനൊരു പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോയിച്ച അതൊക്കെ വാങ്ങി. അപ്പം ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.